അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വീണ്ടും വലിയ വിവാദം. ക്ഷേത്രത്തിലേക്ക് ഭക്തർ നൽകിയ സംഭാവനകളും വിലപിടിപ്പുള്ള വസ്തുക്കളും കൈകാര്യം ചെയ്തതിൽ ക്രമക്കേട് നടന്നുവെന്ന ആരോപണത്തിൽ രാമക്ഷേത്ര ട്രസ്റ്റിലെ മുൻ ഭാരവാഹികളായ ചമ്പത് റായ്, അനിൽ മിശ്ര, ക്ഷേത്ര ഉദ്യോഗസ്ഥനായ ഗോപാൽ റാവു എന്നിവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യമായി ഫൈസാബാദ് ബാർ അസോസിയേഷൻ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. FIR രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ വീണ്ടും പ്രതിഷേധത്തിലേക്ക് പോകുമെന്നാണ് അഭിഭാഷകരുടെ മുന്നറിയിപ്പ്. ഓഗസ്റ്റ് 22 ചേർന്ന ജനറൽ ബോഡി യോഗത്തിന് ശേഷം ബാർ അസോസിയേഷൻ പ്രതിനിധികൾ അയോധ്യയിലെ സീനിയർ സൂപ്രണ്ട് ഓഫ് പോലീസ് ഗൗരവ് ഗ്രോവറെയും കണ്ടു. ഇവിടെ ആദ്യം ഒരു കാര്യം വ്യക്തമാക്കണം. ഇത് ചമ്പത് റായിയോ അനിൽ മിശ്രയോ പണം മോഷ്ടിച്ചു എന്ന് കോടതി തെളിയിച്ച കേസല്ല. ബാർ അസോസിയേഷൻ ഉന്നയിക്കുന്ന ആരോപണങ്ങളാണ് ഇപ്പോഴത്തെ വിവാദത്തിന്റെ ഒരു ഭാഗം. എന്താണ് യഥാർത്ഥത്തിൽ ആരോപണം? 2026 ജൂണിലാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ സംഭാവനകളുമായി ബന്ധപ്പെട്ട് പണം നഷ്ടപ്പെട്ടുവെന്ന ആരോപണം പുറത്തുവരുന്നത്. തുടർന്ന് ജൂൺ 25-ന് 8 പേരെ പ്രതികളാക്കി FIR രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ ഫൈസാബാദ് ബാർ അസോസിയേഷന്റെ ആരോപണം അതിനേക്കാൾ ഗുരുതരമാണ്. ക്ഷേത്രത്തിലെ സംഭാവനകൾ എണ്ണുന്ന സംവിധാനവുമായി ബന്ധപ്പെട്ടിരുന്ന ചില ആളുകളെ ഉപയോഗിച്ച് വലിയ തോതിൽ പണവും ആഭരണങ്ങളും തട്ടിയെടുത്തു എന്നാണ് പരാതിയിലെ ആരോപണം. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ആരോപണങ്ങളിലൊന്ന് 10 ലക്ഷം രൂപയുമായി ബന്ധപ്പെട്ടതാണ്. ചമ്പത് റായ് തന്നെ ഇടപെട്ട് ചാണകത്തിൽ ഒളിപ്പിച്ച നിലയിൽ 10 ലക്ഷം രൂപ കണ്ടെത്തിയെന്നാണ് പരാതിയിൽ ആരോപിക്കുന്നത്. അതുപോലെ അനിൽ മിശ്രയും ഗോപാൽ റാവുവും ചേർന്ന് ജൂൺ 5-ന് 58 ലക്ഷം രൂപ കണ്ടെത്തിയെന്നും പരാതിയിൽ പറയുന്നു. എന്നാൽ ഈ തുകകൾ എങ്ങനെ കണ്ടെത്തി? ആരിൽ നിന്നാണ് കണ്ടെത്തിയത്? FIRൽ അവയുടെ വിശദാംശങ്ങൾ എന്തുകൊണ്ടുണ്ടായിരുന്നില്ല? ഇതൊക്കെയാണ് ബാർ അസോസിയേഷൻ ഉയർത്തുന്ന പ്രധാന ചോദ്യങ്ങൾ. ഇതോടൊപ്പം മറ്റൊരു പ്രധാന ചോദ്യം കൂടിയുണ്ട്. സംഭാവന മോഷണവുമായി ബന്ധപ്പെട്ട് നേരത്തെ ലഭിച്ച പരാതികളിൽ ചിലത് എന്തുകൊണ്ട് FIR ആയി മാറിയില്ല? ജൂൺ 19-ന് മുൻ കർസേവകനായ സന്തോഷ് ദുബെ ഉൾപ്പെടെയുള്ളവർ പോലീസിൽ പരാതികൾ നൽകിയിരുന്നു. ആ പരാതികളിലും ചമ്പത് റായുടെ പേര് പരാമർശിച്ചിരുന്നു എന്നാണ് ദ വയർ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ അന്ന് FIR രജിസ്റ്റർ ചെയ്തില്ല. പിന്നീട് ജൂൺ 25-ന് രജിസ്റ്റർ ചെയ്ത FIR മറ്റൊരു പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു. ഇതാണ് ഫൈസാബാദ് ബാർ അസോസിയേഷൻ ചോദ്യം ചെയ്യുന്നത്. അന്വേഷണം ഒരേ രീതിയിലുള്ള ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ മുമ്പത്തെ പരാതികൾ എന്തുകൊണ്ട് FIR ആയി പരിഗണിച്ചില്ല? അതേസമയം ഈ ആരോപണങ്ങൾ ഉയർന്നതോടെ ഉത്തർപ്രദേശ് സർക്കാർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അഥവാ SIT രൂപീകരിച്ചു. ക്ഷേത്ര ട്രസ്റ്റിന്റെ ആവശ്യത്തെ തുടർന്നായിരുന്നു അന്വേഷണം. ഇവിടെയാണ് കഥയിൽ മറ്റൊരു ട്വിസ്റ്റ്. SITയുടെ അന്വേഷണത്തിൽ ചമ്പത് റായ്ക്കും അനിൽ മിശ്രയ്ക്കുമെതിരെ ക്രിമിനൽ കുറ്റവാളികളെ കണ്ടെത്താനായില്ലെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. ആ റിപ്പോർട്ട് ഉത്തർപ്രദേശ് ഹോം ഡിപ്പാർട്ട്മെന്റ് രാമജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റിന് കൈമാറിയതായും റിപ്പോർട്ടുകളുണ്ട്. അതായത് ഒരു വശത്ത് SITയുടെ റിപ്പോർട്ട് ചമ്പത് റായിയെയും അനിൽ മിശ്രയെയും ആരോപണങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്ന നിലപാടിലാണ്. മറുവശത്ത് ഫൈസാബാദ് ബാർ അസോസിയേഷൻ പറയുന്നത് അന്വേഷണം പൂർണ്ണമായും സുതാര്യമായിരുന്നു എന്നതിൽ തന്നെ സംശയമുണ്ട് എന്നാണ്.